Good afternoon, all of you. Na പാഠം 8 ഉണ്ണി ആർച്ചയുടെ അണിഞ്ഞൊരുക്കം. ജസ്റ്റ് ഒന്ന് വായിക്കാതെ. ഇപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു പീലിത്തിരുമൂടി കെട്ടിവച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട് മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു. 7 കടലോടി വന്ന പട്ട് പച്ചോലപ്പട്ട് ചുളിയും തീർത്തു. പൂക്കുലഞ്ഞൊറി വച്ചുടുക്കുന്നുണ്ട് പൊൻതൊടയിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതയഴകിന്നു പൂട്ടുന്നുണ്ട്. 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു രാമായണം കൊത്തി വച്ചവളാം. എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട് പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഈ പാഠായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, കുറെ പേരുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പൊ പദങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കണേ. പദങ്ങളുടെ അർത്ഥം പഠിക്കാം. അതില് തിലകം പൊട്ട്, അഞ്ജനം കണ്ണിൽ എഴുതുന്ന മഷി അല്ലെ, അതാണ് അഞ്ജനം. മെയ്യാഭരണം ശരീരത്തിൽ അണിയുന്ന ആഭരണം. മെയ് എന്ന് പറഞ്ഞാൽ ശരീരം, അപ്പൊ ശരീരത്തിൽ അണിയുന്ന ആഭരണത്തിനാണ് എന്ത് പറയുക? മെയ്യാഭരണം. നെക്സ്റ്റ് തോട, കാതിൽ അണിയുന്ന, കാത് കമ്മലിനാണ് തോട എന്ന് പറയുക. പൊന്മുടി, പൊന്നിൻ കിരീടം പര്യായാണ് അടുത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നോട്ടിലേക്ക് എഴുതി വെക്കണം. പാഠം 8 ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം. ഇനി എഴുതുന്നത് സെമസ്റ്റർ 2 എന്ന് എഴുതി വേണമെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിന് വരുന്നതാണ് ഇത് മുതൽ അങ്ങോട്ട്. അപ്പോ അങ്ങനെ എഴുതിയിട്ട് അർത്ഥം എഴുതുക. പൊന്മുടി, പൊന്നിൻ കിരീടം. വസുദേവന് മലയാളത്തിന്റെ നോട്ടിൽ കിട്ടിയിട്ടുണ്ടോ? അല്ല, ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ മോനെ? നെക്സ്റ്റ് കണ്ണാടി അർത്ഥം എഴുതേണ്ടത് ദർപ്പണം, മുകുരം, മങ്കുരം. മെയ്യ്, മേനി, ശരീരം, ഗാത്രം. തിലകം, തൊടുകുറി, പൊട്ട്, ചിത്രകം. കടൽ, ആഴി, സമുദ്രം, സാഗരം. നാനാർത്ഥം മുടി, തലമുടി, കിരീടം, കൊടുമുടി അല്ലെ. മുടി നാനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാ? ഒന്ന് തലമുടി അല്ലെ, തലമുടിക്ക് നമ്മൾ മുടി എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് കിരീടം അല്ലെ, കിരീടത്തിന് മുടി എന്ന് പറയാറുണ്ട്. പിന്നെ കൊടുമുടി അല്ലെ, കൊടുമുടിക്കും മുടി എന്ന് പറയാറ്. എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുമ്പോൾ മുടി എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കുകയാണ്. അതിലൊന്ന് ചന്ദനക്കല്ല്, ചന്ദന പ്ലസ് കല്ല്, ചന്ദനക്കല്ല്. പീലിത്തിരുമുടി എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ ടെക്സ്റ്റില്. വസുദേവിന് ഞാൻ ഇവനോട് ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ, വസുദേവന്. ഓക്കെ, പീലിത്തിരുമുടി, പീലി പ്ലസ് തിരുമുടി. പച്ചോലപ്പട്ട്, പച്ചോല പ്ലസ് പട്ട്. ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് പേജ് നമ്പർ 35. മെയ്യ് ആഭരണപ്പെട്ടി, പെട്ടി. മെയ്യ് ആഭരണപ്പെട്ടി, മെയ്യ് പ്ലസ് ആഭരണപ്പെട്ടിയാണ് മെയ്യ് ആഭരണപ്പെട്ടി. കണ്ണെഴുതി, കണ്ണ് പ്ലസ് എഴുതി. കൊണ്ടവൾ, കൊണ്ട് പ്ലസ് അവൾ, കൊണ്ടവൾ. ചേർത്തണിഞ്ഞു, ചേർത്ത് പ്ലസ് അണിഞ്ഞു.
ചേർച്ചയോടങ്ങ്, ചേർച്ചയോട് പ്ലസ് അങ്ങ്. ഇത് പറയുമ്പോൾ മിസ്സിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നീറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക മക്കളെ. ശരിക്കും സെക്കൻഡ് സ്റ്റാൻഡേർഡിലെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെയും കുട്ടികൾ എഴുതിയ കാണണം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം എന്തൊരു നീറ്റിലാണ്. എന്തേ വസുദേവേ, എന്ത് നീറ്റിലാണ് എഴുതി തരുന്നത് അറിയോ അവര്? നിങ്ങളിത് ചിലവരുടെ എല്ലാരെയും ഞാൻ പറയുന്നില്ല. അപ്പൊ ചില കുട്ടികൾ എഴുതിയത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണുള്ളത്. പിന്നെ അക്ഷരത്തെറ്റിന്റെ ഒരു കോലാഹലം തന്നെയുണ്ട് അതില്. പിന്നെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് രണ്ടുപേര്. അപ്പൊ അവർക്കറിയാം, ബോധ്യമുണ്ട് ഞാനാണ് തെറ്റെഴുതിയത്. അപ്പോ പിന്നെ എന്താണെന്നറിയോ, ഭഗത്തിന്റെയും മറ്റൊന്ന് ഞാൻ പിരിച്ചെഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതധിക കുട്ടികളും തെറ്റിച്ചിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചവർ പോലും തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗത്തിന്റെ പ്ലസ് ആണ് ഭഗത്തിന്റെയും. ഭഗത്ത് പ്ലസ് ഇന്റെയും അല്ലാന്ന് മിസ് അത് ചേർത്ത് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പം ചേർച്ചയോടങ്ങ്, ചേർച്ച പ്ലസ് ഓടങ്ങ് എന്നല്ല എഴുതുന്നവരുണ്ടാവാം, പക്ഷെ അത് തെറ്റാണ്. ചേർച്ചയോട് പ്ലസ് അങ്ങാണ് ചേർച്ചയോടങ്ങ്. അതുപോലെ ഭഗത്തിന്റെയും വരുമ്പം ഭഗത്തിന്റെ പ്ലസ് ആണ് ഭഗത്തിന്റെയും. ഓക്കെ, മാർക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നത്രേ ഉള്ളൂ. നമ്മള് ചെക്ക് ചെയ്യുന്നത്രേ മക്കളെ. എന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങളെ മലയാളത്തിന്റെ ഞാൻ ചെക്ക് ചെയ്യുന്നത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അർത്ഥം പഠിക്കാത്തവര് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ, എന്റെ ദൈവം ഇത്രയും നീറ്റായി പ്ലസ് എഴുതി, കണ്ണെഴുതി. കൊണ്ടവൾ, കൊണ്ട് പ്ലസ് അവൾ. ചേർത്തണിഞ്ഞു, ചേർത്ത് പ്ലസ് അണിഞ്ഞു. ചേർച്ചയോടങ്ങ്, ചേർച്ചയോട് പ്ലസ് അങ്ങ്. ചേർച്ച പ്ലസ് ഓടങ്ങ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ആ വാക്ക്, അങ്ങനെ ഒരു വാക്കില്ല. അതുകൊണ്ട് ചേർച്ചയോട് പ്ലസ് അങ്ങ്. മൂന്നാമത്തെ എന്താ, കസ്തൂരി കളഭങ്ങൾ, കസ്തൂരിയും കളഭവും. കൈകാലുകൾ, കയ്യും കാലും. മാതാപിതാക്കൾ, മാതാവും പിതാവും. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ ചെയ്യണം അത്. നാലാമത്തെ എന്താ, മീതെ പ്ലസ് അഴകിന്, മീതെ അഴകിന്. മാല പ്ലസ് അല്ലോ, മാലയല്ലോ. ഇപ്പൊ വന്നത് എങ്ങനെയാ, ആഗമസന്ധ്യ വന്നു, അവിടെ യല്ലോ യാ വന്നു. പൊൻതോട പ്ലസ് ഇട്ടു, പൊൻതോട ഇട്ടു. ഓക്കെ, അത്ര വരെ എഴുതിയില്ലേ എല്ലാവരും? നെക്സ്റ്റ് വിശദീകരിക്കേണ്ട വാക്കുകൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞാണെന്ന് എന്റെ ഒരു ഓർമ്മ. പീലി തിരുമുടി, മയിൽപീലി പോലെ മിനുസമായ മുടി പറഞ്ഞു അല്ലെ, മനോഹരവുമായ മുടി. കളഭം, അകിൽ, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധ ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിക്കൂട്ടാണ് എന്ത്, കളഭം. കസ്തൂരി കുറിക്കൂട്ട്, കറിക്കൂട്ടല്ല കേട്ടോ, കുറിക്കൂട്ടായിരിക്കുവേ. കളഭം, ഇതിൽ തെറ്റാന്ന് തോന്നുന്നു. നെക്സ്റ്റ് കസ്തൂരി, പ്രത്യേകതരം മാനിൽ നിന്നെടുക്കുന്ന സുഗന്ധ വസ്തു. കസ്തൂരി മാൻ കേട്ടിട്ടുണ്ടല്ലോ. 7 കടലോടി വന്ന പട്ട്, 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രത്തിനാണ് 7 കടലോടി വന്ന പട്ട് എന്ന് പറയുന്നത്. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ, പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ അരഞ്ഞാണം, അതാണെന്ത്, കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ. നെക്സ്റ്റ് രാമായണം കൊത്തിവെച്ച വള, രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച വള, അതാണ്. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. എന്താ നമ്മൾ പറഞ്ഞേ, ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങുന്നത് എങ്ങനെ, എങ്ങനെയൊക്കെയാണ് ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങുന്നത്? ഒരുപാടുണ്ടല്ലോ ഇതില്. ചന്ദനം ഉരസിക്കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരുമുടി കെട്ടിവെച്ചു. ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതില് വരുന്ന വരികളാണ് മിസ്സേജ് വിടാറ്. നെക്സ്റ്റ് ഉണ്ണിയാർച്ചയുടെ ആഭരണപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം, എന്തൊക്കെയായിരുന്നു ആഭരണപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു ഈ ആഭരണപ്പെട്ടി? കടലോടി വന്ന പൊട്ട്, കച്ചോലപ്പട്ടികളിൽ നിന്ന് പൂക്കൾ പൊന്തോടി ഇട്ട് ചമ, പൊന്തോടയിലായിരിക്കും കൊട്ടമ്പടി വെച്ച പൊന്നറിഞ്ഞാണ്. പിന്നെന്നാ 7 ചുറ്റുള്ള പൊന്മാല,
മുത്തുപതിച്ച മാല, കഴുത്തില് രാമായണം കുത്തിവെച്ച വള, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ കൈ പൊന്മോതിരം, ഇതൊക്കെയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, മെയ്യാഭരണപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് ഉണ്ണിയാർച്ച എന്തെല്ലാമാണ് ചെയ്തത്? എന്തൊക്കെയാണ്? അതാണ് ആ ഫസ്റ്റ് ലൈൻ വരുന്നത് അല്ലേ. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനം. വാട്സാപ്പിൽ ഇടോ നോട്ട്? ഓക്കെ, നോട്ട് ഇട്ട് തരാം കേട്ടോ. അല്ല, എനിക്ക് ഈ ഫോൺ ഇടക്കിടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. മറ്റേ നിന്റെ നമ്പർ ഗ്രൂപ്പിലില്ലേ? ആ നമ്പർ ഗ്രൂപ്പ് ഉണ്ട്. അത് എന്റെ ഏട്ടനും ക്ലാസ് കിട്ടാത്തോണ്ട് ഇത് വേറെ ഫോണിലാണ് കാണുന്നത്. അന്നേരം നീ ഹൈദനന്ദിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താണ് പറയുന്നത്? വടക്കൻ പാട്ടുകളിലോ മറ്റു പാട്ടുകളിലോ ഉള്ള സമാനമായ ഭാഗങ്ങൾ എഴുതിയെടുത്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പലതരം നാടൻ പാട്ടുകൾ ശേഖരിക്കുക. രസകരമായ ഏതാനും നാടൻ പാട്ടുകൾ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠന പ്രവർത്തനങ്ങളിൽ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്ര പോലെയാണ് ആ പാടുള്ളത്. മനസ്സിലായോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, പാട്ടെല്ലാരും പാടിയോ? ഇന്നത്തെ വായിച്ചോ? ഇത് ആരാ ഇന്ന് വായിക്കുന്നേ? ആരാ അന്ന് വായിക്കാത്ത കുറെ പേരുണ്ടല്ലോ. ഒന്ന് ആരോമലെ വായിച്ചേ. ആരോമലെ, ഞാൻ തന്നെ വേണോ? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം വേഗം പാട്. ഓരോരാളെയും പഠിപ്പിക്കുന്നുണ്ട്. മിസ്സ് മൊത്തം എന്റെ വായിലൊന്നും അങ്ങനെ വരൂലേ തോന്നും. അതെ, അങ്ങനെ വായിച്ച് വരണം. വായിച്ചൊക്കെ വരുന്നുണ്ട്, ഇപ്പൊ നടക്കൂല. അശ്വിനില്ല. അശ്വിൻ തിപ്പാര. അശ്വിൻ മീതെ അഴകിന്നു പൂട്ടുന്നുണ്ട്. ഏഴു ചുറ്റുള്ളൊരു പൊന്മാലയും മുത്ത് പതിച്ചുള്ള മാലയുമെല്ലാം കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. ഇനി വേറെ ചേർത്തണിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ഇതുപോലെ നല്ലപോലെ വായിക്കുന്ന ആളാണ്. വായിക്കും. രാമായണം കൊത്തിവച്ചവള എല്ലാമെടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ഇതെനക്ക് ഒന്നും കിട്ടുന്നില്ല. കൈവിരൽക്കാരിനും പൊന്മോതിരം നല്ലപോലെ വായിച്ചു പഠിക്കണേ ആരോമലെ. ഇത് ശരിയാവില്ല, നീ നല്ലപോലെ വായിച്ചു. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലിത്തിരുമുടി കെട്ടിവെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു. ഏഴ് കടലോടി വന്ന പാട്ട്. പഞ്ചോല പട്ടു ചുളിയുന്നുണ്ട്. തീർത്തു. പൂക്കൂല ചൊളി വെച്ചുടുക്കുന്നുണ്ട്. പൊൻതോടയിട്ട് ചമയുന്നുണ്ട്.
കൊട്ടപ്പടി വെച്ച് പൊന്നരിഞ്ഞാണം മീതയാണി അഴകിന്നു കൂട്ടുന്നുണ്ട്. ഏത് ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തുപതിച്ചുള്ള മാലയല്ലോ കഴുത്തിലും തന്നെ ചേർന്നുണ്ട്. രാമായണം കൊത്തിവെച്ച വള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കറിഞ്ഞും പൊന്മോതിരം ചേർച്ചയോടങ്ങണിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ഇവിടെ ജുവാന. ഓക്കെ. ചന്ദനക്കല്ലിനരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലി തിരുമുടി കെട്ടിവെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരിക്കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു. ഏഴുകടലോടി വന്ന പട്ട് പച്ചോലപ്പട്ട് ചുളിയും തീർത്തു. പൂക്കുല ഞൊറിവച്ചുടുക്കുന്നുണ്ട്. പൊൻതൊടിയിലിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വെച്ച് പൊന്നരഞ്ഞാൻ മീതെ അഴകിനു പൂശുന്നുണ്ട്. ഏഴു ചുറ്റുള്ള ഒരു പൊന്മാലയല്ലോ മുത്തുപതിപ്പിച്ച മാലയല്ലോ കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തിവെച്ച വള എല്ലാം എടുത്തങ്ങു അണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കറിയും പൊന്മോതിരം ചേർച്ചയോടങ്ങണിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഓക്കെ, ആതിര. അൺമ്യൂട്ട് ചെയ്തില്ല മോളെ. ചന്ദനക്കല്ലിനരികെ ചെന്നു ചന്ദനമുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. പീലിത്തിരുമുടി കെട്ടിവെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരിക്കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു. ഏഴുകടലോടി വന്ന പട്ട് പച്ചോലപ്പട്ടും ചുളിയും തീർത്തു. പൂക്കുല ഞൊറിവച്ചുടുക്കുന്നുണ്ട്. പൊൻതുടയിട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ ഇത് അഴകിന്നു പൂട്ടുന്നുണ്ട്. ഏഴു ചുറ്റുള്ളൊരു പൊന്മലയും മുത്തുപതിച്ചുള്ള മലയല്ലോ കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കുത്തിവച്ചവള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. നിജാദേ,
നിജാദ് ഒന്ന് പാടിയേ നിജാദേ. നിജാദിനെ കുറെ കാലായി കണ്ടിട്ട്. നിജാദേ വീഡിയോ ഓൺ ചെയ്തോ? യെസ് മിസ്. ഓക്കെ, വായിച്ചോ മോനെ. ചന്ദന കല്ലിന്റെ അരികെ ചെന്നു ചന്ദന മുരസി കുറി വരച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു പിരിത്തിരു മൂടി കെട്ടി വച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ട് കുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു. ഏഴു കടലോടി വന്ന പട്ട് പച്ചോല പട്ട് ചൂടിയും തീർത്തു. പൂക്കുല ഞൊറി വച്ചുടുക്കുന്നുണ്ട്. പൊൻതോട ഇട്ട് ചമയുന്നുണ്ട്. കൊട്ടമ്പടി വച്ച് പൊന്നരഞ്ഞാൻ മീതെ അഴകിഞ്ഞു പൂട്ടുന്നുണ്ട്. പൊന്മാലയും മുത്ത് പതിച്ചുള്ള മാലയല്ലോ. കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തി വച്ച വാള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. പൊന്മുടി തന്നെയും ചൂടുന്നു.